ഭരണം മാറിയപ്പോൾ നമ്മുടെ കേരള സമൂഹം ആദ്യമായിട്ട് വിചാരിച്ചിരുന്നത് ഇപ്പം നിലവിൽ സ്റ്റേഷനുകളിലും സർവീസിലും ഇരിക്കുന്ന പിണറായി പോലീസുകളുണ്ട്, അതായത് പോലീസിലെ പിണറായിസ്റ്റുകൾ, ഇവരെ ഒന്നടങ്കം തൂത്തുവാരി എവിടെയെങ്കിലും പിന്നെ എന്താ ഓണം കയറാൻ മൂലയിലേക്ക് തട്ടും എന്നാണ് ഇവരെല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ ഭരണമേറ്റ് ഇത്രയും ദിവസം ഭരണം മാറിയ മെയ് 4-ന് ഭരണം പിന്നെ വോട്ടെണ്ണൽ നടക്കുന്നു. ഇപ്പോൾ അതിന് മുമ്പേ സർക്കാർ അധികാരത്തിലേൽക്കുന്നു. എന്നിട്ട് ഏതാണ്ട് സർക്കാർ അധികാരത്തിൽ ഏറ്റുണ്ട് 1.5 ആഴ്ച 2 ആഴ്ചയോളം ആകുന്നു അല്ലേ. ഇതുവരെ ഈ ഉദ്യോഗസ്ഥർക്കൊന്നും ഒരു അനക്കോ സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇവരെ അവിടെ തുടരാൻ അനുവദിച്ചു. ഇവർ പരമാവധി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എല്ലാ ഭാഗത്തുനിന്നും, പോലീസിൻ്റെ ഭാഗത്തുനിന്നും. ഞാൻ രാവിലെ ഇങ്ങോട്ട് ഓഫീസിലേക്ക് വരുന്ന വഴിയിൽ ഇന്ന് പട്ടത്ത് സ്കൂളിൽ മുഖ്യമന്ത്രി വരുന്നുണ്ട്, കുട്ടികളുടെ പഠനോത്സവം ഉദ്ഘാടനം സെന്റ് മേരീസിലാണ്. അപ്പോൾ ഈ വഴി മുഴുവൻ പോലീസാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് മനഃപൂർവ്വം ഇതിൻ്റെ പടമെടുത്ത് പിണറായിയേക്കാളും വലിയ പോലീസ് സന്നാഹം ഒരുക്കിയാണ് സതീശൻ ദുരിതം തലസ്ഥാനം നടക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമം. അവിടെ ഫയർഫോഴ്സും ഇടിവണ്ടി എല്ലാം കിടപ്പുണ്ട്, എല്ലാവിധ കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഫംഗ്ഷൻ ആയതുകൊണ്ടായിരിക്കാം ഒരു ആംബുലൻസുകൾ എല്ലാം വലിയ. ഞാനും വന്നപ്പോൾ ഒരുപാട് താമസിച്ചു, കാരണം ബസ്സുകൾ എല്ലായിടത്തും ബ്ലോക്കാണ്. അപ്പോൾ ഇത് എല്ലായിടത്തും പിണറായി പോലീസ് തന്നെ ഇപ്പോഴും ഉള്ളതുകൊണ്ട് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ട ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചപ്പോൾ കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ. അപ്പോൾ DGPയോ പ്രധാനപ്പെട്ട തലപ്പത്തിരിക്കുന്ന ആരെ തന്നെ മാറ്റിയിട്ടില്ല ഇപ്പോഴും. ഇല്ല, ഇപ്പോഴും പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള H. വെങ്കടേഷാണ് ക്രൈംബ്രാഞ്ചിന്റെ ADGP. അദ്ദേഹം തന്നെയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP. അതുപോലെ എല്ലാ സ്റ്റേഷനുകളിലും തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാം പിണറായിയുടെ കാലത്തെ ഉദ്യോഗസ്ഥരാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കിവിടെ ഒരു റിട്ടയർഡ് SI ഒരു ഇൻ്റർവ്യൂവിന് വന്നിരുന്നു, പത്തനാപുരത്തുകാരൻ ഷാനവാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ, ഈ പിണറായി ഭരണത്തിനിടയിൽ റിട്ടയർ ആകുന്ന ആ സമയത്താണ്, ഈ 10 വർഷത്തിനിടയിൽ ഓരോ പോലീസുകാരനും ഓരോ അധികാര കേന്ദ്രമായി മാറി. കാരണം അവരാരും മേലുദ്യോഗസ്ഥർ പറഞ്ഞാലോ വേറെ ആര് പറഞ്ഞാലോ ഇവർ ഒരു പണിയും ചെയ്തില്ല. അല്ല, മാത്രമല്ല നമ്മളന്ന് കണ്ടാണല്ലോ ആലപ്പുഴ ചെന്ന് 2 ഗ്രേഡ് SIമാരാണ് അവിടുത്തെ DYSP വരട്ടിയത്. അതെ, തനിക്ക് മറ്റേ രക്ഷാപ്രവർത്തനം കേസിൽ തനിക്കൊന്ന് എഴുതാൻ അറിഞ്ഞുകൂടെന്ന് അവർ ചോദിക്കുകയാണ്. അതാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ഈ അന്ന് ആ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ഒരു CIയോട് ഒരു SP ഒരു ഉത്തരവിട്ടാൽ അയാൾ അനുസരിക്കില്ല. കാരണം എന്താ, CI ഇവിടെ വന്നിരിക്കുന്നത് മേളിലിരിക്കുന്ന ആളിൻ്റെ തണലില്ല. അതായത് P. ശശിയായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി. ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ തണലിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇയാൾ ADGPയുടെ ആളാണ്, ഈ ഇരിക്കുന്ന CI. പിന്നെ ഈ CIക്ക് ഒരുത്തനെയും മൈൻഡ് ചെയ്യേണ്ട കാര്യം, ഒരാളെ മൈൻഡ് ചെയ്യണം. അതിപ്പം പിണറായി വിജയൻ പറഞ്ഞാലും അവൻ മൈൻഡ് ചെയ്യില്ല. ശശിയുണ്ട്, കാരണം ഇവനെ നിയന്ത്രിക്കാൻ ഇവൻ ആ വഴി കൂടെ പോകത്തുള്ളൂ. അത് അങ്ങനെയാണ് എല്ലാ ഉദ്യോഗസ്ഥരെയും. ഇപ്പോൾ അതാണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നൊരു കാര്യം, സാധാരണ ഒരു സർക്കാർ മാറിയാൽ ആദ്യം അഴിച്ചുപണിയുന്നത് രഹസ്യാന്വേഷണ വിഭാഗമാണ്. ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചും SP-യുടെ കീഴിലുള്ള ADGPയുടെ കീഴിലുള്ള സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച്, അതായത് ഇൻ്റലിജൻസ് നമ്മൾ പറയും. നമ്മളെപ്പോഴും പത്രത്തിൽ കാണുമല്ലോ ഇൻ്റലിജൻസ് റിപ്പോർട്ട്. എന്താണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട്? ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അവർക്ക് പോലീസുമായിട്ട് ബന്ധമില്ല, അവർക്ക് വേറെ ഓഫീസാണ്, അവർ രഹസ്യ പോലീസാണ്, അവരെ ആരും തിരിച്ചറിയാത്ത രീതിയിലാണ് അവരുടെ പ്രവർത്തനം എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഈ യൂണിയൻ നേതാക്കന്മാർ വേണ്ടി. അപ്പോൾ എന്തോ പിണറായിസത്തിന്റെ കാലത്ത് കട്ട പിണറായിസ്റ്റുകൾ മാത്രമായിരുന്നു ഈ പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ജോലി. ഒരു പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനും ഒരു SSB ഉദ്യോഗസ്ഥനുണ്ട്, അതായത് ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനുണ്ട്. ഇവരാണ് ഈ രഹസ്യ സ്വഭാവത്തോടു കൂടിയുള്ള ഇത് നൽകേണ്ടത്, വിവരങ്ങൾ കൊടുക്കേണ്ടത്. സർക്കാരിൻ്റെ പ്രവർത്തനത്തെ മുന്നിൽ സർക്കാരിനെതിരായ വെല്ലുവിളികൾ പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ ഇവരാണ്. ഇവർ തന്നെയാണ് പിണറായി വിജയനെ കുഴിയിലും ചാടിച്ചത്. അവരാണ് പറഞ്ഞത് 95 സീറ്റോടെ പിണറായി വിജയൻ അധികാരത്തിൽ വരും. ഈ ഇൻ്റലിജൻസ് ആണ് ഇത് വിശ്വസിച്ചുകൊണ്ടാണല്ലോ പിണറായി വിജയൻ അത് കൽപ്പിച്ചാണ് ഇറങ്ങിയത്. അതായത് ഇലക്ഷന് മുമ്പും ഇലക്ഷന് ശേഷവും വോട്ടെണ്ണലിൻ്റെ തലേന്ന് വരെ ഇവർ പിണറായി വിജയനോട് പറഞ്ഞുകൊണ്ടിരുന്നത് പിണറായി വിജയൻ തന്നെ കയറും, വേറെ ആരും കയറുകയില്ല എന്നുള്ളത്. പക്ഷേ അവിടെ അത് പൊളിഞ്ഞു. അപ്പോൾ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്, ഈ സർക്കാർ കയറിയ ഉടൻ ഈ സ്പെഷ്യൽ ബ്രാഞ്ചും ഇൻ്റലിജൻസും അഴിച്ചു പണിയേണ്ടതാണ്. ഇതുവരെ ചെയ്തിട്ടില്ല. അവരങ്ങോട്ട് തൽക്കാലം തുടരട്ടെന്നാണ്. കഴിഞ്ഞ ദിവസം മറ്റേ പൃഥ്വിരാജിനെ മാറ്റുന്നതാണല്ലേ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ. എനിക്കൊന്ന് പോലീസ് മുതിർന്ന പോലീസുകാർക്ക് സംഘടനയുണ്ട്, DYSPമാർക്കെല്ലാം കൂടെ ഒരു സംഘടനയുണ്ട്. അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ
പ്രസിഡന്റ് എന്തോണ്ട് ഇയാളാണ് എല്ലാ കാര്യങ്ങളും അവിടെ തീരുമാനിച്ചിരുന്നത് പറയുന്നത്. ഈ ഉന്നത ഓഫീസർമാർ ഇപ്പോൾ ഒരു SIT രൂപീകരിക്കുമ്പോൾ ആരൊക്കെ അതിൽ അംഗങ്ങളായിരിക്കണം. ഇപ്പോൾ ശബരിമലയൊക്കെ ഇയാളാണ് തീരുമാനിച്ചതെന്ന് പറയപ്പെടുന്നത്. ശബരിമല അന്വേഷണ സംഘത്തൊക്കെ തീരുമാനിച്ചത് അതെ ഇയാളാണ്. പക്ഷേ ഇയാളെ മാറ്റാൻ കാരണം അതുപോലെ ആരോ പാവപ്പെട്ടവരെ ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന ആർക്കോ എതിരെ ഇയാൾ പണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ കർശനമായിട്ട് പറഞ്ഞു ഇയാളെ പറഞ്ഞു വിട്ടേ പറ്റൂ. അങ്ങനെയാണ് അയാളെ വയനാട്ടിലേക്ക് അയച്ചു. അപ്പോൾ ഒരു ഗുണമുണ്ടായിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ വീട് തിരുവനന്തപുരത്താണ്. ഇയാളിവിടെ ശംഖുമുഖം ACP ആയിരുന്നു. ശംഖുമുഖം ACP ആയിരിക്കുന്ന സമയത്താണ് വിമാനത്തിൽ ആക്രമിച്ചെന്നും പറഞ്ഞ് അവർക്ക് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇയാളെ പണി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇയാളെ കണ്ട് റിട്ടയർ ചെയ്യാനെങ്ങാണ്ട് പോകുന്ന കുറച്ച് നാളേ ഉള്ളൂ. അപ്പം ഇയാളെ കൊണ്ട് വയനാട്ടിൽ വിടാൻ കാര്യമുണ്ട്. ഒരു നടക്ക് ഇയാൾ തിരുവനന്തപുരത്ത് വരും. പെട്ടെന്ന് അയാൾക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ വേറൊരു ആവശ്യത്തിന് വരണമെന്ന് തോന്നിയാൽ ഒരു നടയ്ക്ക് വരരുത്. വയനാട്ടിൽ നിന്ന് ബസ് പിടിച്ച് കോഴിക്കോട് വന്നെങ്കിലേ അടുത്ത ട്രെയിൻ പിടിക്കാൻ പറ്റും. അപ്പം നല്ല സമയം. ഇനി അഥവാ വയനാട്ടിൽ നിന്ന് ഒരു ബസ്സേ കയറിയാൽ തിരുവനന്തപുരം വരണമെങ്കിൽ ഒരു ദിവസം പിടിക്കും. അപ്പം ആ രീതിയിലുള്ള പണിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അവിടെ കൊണ്ട് ഇതുപോലെ ജനങ്ങളെ സഹപ്രവർത്തകരൊക്കെ ദ്രോഹിച്ച ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ. അവരൊക്കെ അടിയന്തരമായി മാറ്റേണ്ടി വരും. അവിടെ മാത്രമല്ല ഈ പറയുന്ന പ്രശ്നങ്ങളല്ല. ഇപ്പം ED റെയ്ഡിനിടയിൽ പ്രശ്നം ഉണ്ടാക്കിയതാരാ? അത് എന്തുകൊണ്ടാണ് പ്രശ്നമായത്? അതായത് ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP അടക്കം ഇവരുമായിട്ട് സെറ്റ് ചെയ്തു വന്നു. ആരാ? CPM സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളാണ് മ്യൂസിയം SHO. അപ്പം ഇവരത് സെറ്റ് ചെയ്തു വന്നു. ആ സെറ്റ് ചെയ്ത് വന്നത് കാരണമാണ് ഈ കുഴപ്പം മൊത്തം സംഭവിച്ചത്. അപ്പം നിലവിൽ ഏറ്റവും വലിയ പണി ഈ സർക്കാരിന് കിട്ടാൻ പോകുന്നത് ഈ ആഭ്യന്തര സംവിധാനങ്ങൾ. SP-മാരെയൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. അല്ല, K. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രി ആദ്യം തൊടുന്ന കാര്യം പോലീസായിരിക്കും. നമുക്കറിയാം, പക്ഷേ കേരളം കണ്ട ഏറ്റവും നല്ല പോലീസ് മന്ത്രി K. കരുണാകരനായിരുന്നു. അദ്ദേഹത്തിന് അറിയാം ആരെ എവിടെ നിർത്തണമെന്നുള്ളതും ആരൊക്കെയാണ് നമ്മുടെ കൂടെ വിശ്വസ്തരാണെന്നുള്ളത്, ആരൊക്കെ നമുക്കിട്ട് പണി തരും എന്നുള്ള കാര്യം വളരെ കൃത്യമായി അദ്ദേഹം ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കൃത്യമായി അറിയാം. പക്ഷേ ചില ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അബദ്ധം പറ്റിയിട്ടുണ്ട് എങ്കിൽ പോലും അവരെ വിലയിൽ അസസ് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം ബഹുമെടുക്കാനായിരുന്നു. കൃത്യമായിട്ട് അറിയാമായിരുന്നു പോലീസിനെ എങ്ങനെ ഭംഗിയായി ഉപയോഗിക്കണം. അത് നന്നായിട്ട് അറിയാമായിരുന്നു. ഈ അന്തം കമ്മികളായിട്ടുള്ള SP-മാരുണ്ട്. അപ്പോൾ ആ SP-മാരെ മാറ്റുക, അല്ലാതെ നല്ല രീതിയിൽ ആർക്കും വഴങ്ങാതെ പണിയെടുക്കുന്ന SP-മാരുണ്ട്. അവരെ നിലനിർത്തുകയാണ് ചെയ്യേണ്ടത്. അത് അങ്ങനെ ഇപ്പം ഇവർ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പം ഓടിച്ചിട്ട് മാറ്റും. ഇപ്പോൾ പത്തനംതിട്ട SP ഉണ്ട്. പത്തനംതിട്ട SP അദ്ദേഹം R. ആനന്ദ് എന്ന് പറയുന്ന തമിഴ്നാട് സ്വദേശി. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പത്തനംതിട്ട വന്ന SP-മാർ മുഴുവൻ ഈ ഒരു പ്രത്യേക ടൈപ്പ് ആൾക്കാരാണ്. അതിനിടയ്ക്ക് സ്ഥലം മാറിപ്പോയവരുണ്ട്. പിന്നെ നമ്മൾ വാർത്തകൾ എഴുതിയതിനെ തുടർന്ന് മാറ്റപ്പെട്ടവരുണ്ട്. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന ഈ SP എന്ന് പറയുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വളരെ നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം ഈ പോലീസുകാർക്കാണെങ്കിലും പാവപ്പെട്ടവർക്കാണ്. ഇപ്പം ഒരു പരാതിയിൽ നടപടിയില്ലെങ്കിൽ നമ്മൾ SP-യെ നേരിട്ട് ബന്ധപ്പെട്ടാൽ ഉടൻ അദ്ദേഹം പരാതി നടപടിയെടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടും. IPS ഡയറക്റ്റ് IPS അല്ല, കൺഫർ IPS അല്ല, ഡയറക്റ്റ് IPS. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഈ മറിക്കുന്ന കൂട്ടത്തിൽ ഇവരെയൊക്കെ മറിച്ച് എവിടെയെങ്കിലും അപ്രധാന അവസ്ഥയെ കൊണ്ടിരുത്തും. പക്ഷേ അപകടകാരികളായിട്ടുള്ള SP-മാരുണ്ട്. ഈ പിണറായി വിജയൻ്റെ അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരുമുണ്ട്. ഇവരെ ആരെയും ഇപ്പോൾ തൽക്കാലം മാറ്റുന്നത്. അപ്പം പിണറായി പോലീസ് തുടരട്ടെ എന്നാണ് സതീശൻ ആഗ്രഹിക്കുന്നത്. അല്ല, മാത്രമല്ല ഇത്തരത്തിലുള്ള ഈ അപകടകാരികളുണ്ടല്ലോ, ഇവർ പലപ്പോഴും ചെയ്യാറുള്ളത് ഒന്നുകിൽ അവരെ രാഷ്ട്രീയ യജമാനം തോങ്ങ് മാറ്റും, അല്ലെങ്കിൽ കോൺഗ്രസ് യജമാനാക്കും. അതല്ലെങ്കിൽ അവനവൻ്റെ സമുദായ നേതാവിനെ ബന്ധപ്പെടും. ഈ സമുദായ നേതാക്കന്മാരെ സതീശൻ അടുപ്പിക്കാതിരിക്കുകയാണ് എങ്കിൽ പോലും അവരിപ്പോൾ ക്രമേണ കുറച്ച് കഴിയുമ്പോൾ അവർ കുറേശ്ശെ പിടിമുറുക്കി തുടങ്ങും. അപ്പോഴേക്കും പിന്നെ സമുദായ നേതാക്കന്മാർ ഇടപെടും. എൻ്റെ സമുദായത്തിൽ പൊട്ടാനാണ്, അതുകൊണ്ട് തൽക്കാലം അവനെ അവിടെ തന്നെ ഇരുന്നോട്ടെ, അവനെ മാറ്റണ്ട, അല്ലെങ്കിൽ അവനെ നടപടി എടുക്കരുത് എന്നൊക്കെ ഉള്ള രീതിയിൽ ഈ സമുദായ നേതാക്കന്മാർ ഇടപെടാൻ വരുന്നത് ഒന്ന് നിർത്തിച്ചാലല്ലാതെ കാര്യങ്ങൾ നേരെ കൊണ്ടുപോകാൻ പറ്റില്ല. ഈ സർക്കാരിലെ രഹസ്യങ്ങൾ മുഴുവൻ ഇവർ ചോർത്തി ഇപ്പോൾ കൊടുക്കുന്നു, CPM-ൻ്റെ നേതാക്കൾ കൊടുക്കുക. അതുകൊണ്ട് തന്നെയാണ് ED റെയ്ഡ് പോലീസ് ആക്ട് ചെയ്യില്ല എന്നവർ അറിഞ്ഞുകൊണ്ടാണ് അന്ന് അത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയത്. എപ്പോഴും നമുക്കറിയാം ഒരു സർക്കാരിൻ്റെ ജീവനാഡി എന്ന് പറയുന്നത് ധനവകുപ്പും ആഭ്യന്തര വകുപ്പും. ഈ 2 വകുപ്പും പൊളിഞ്ഞാൽ ആ സർക്കാർ പൊളിഞ്ഞു എന്നർത്ഥം. അല്ല, ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം ഇവിടെ എല്ലായിടത്തും പോലീസിനെ അങ്ങ് നമ്മൾ നിർവീര്യമാക്കി വിട്ടാൽ പോലീസ് നിർവീര്യമാണ്, പോലീസ് ഒന്നും ചെയ്താൽ ക്രമസമാധാനം തറന്നെന്ന് പറയും. പക്ഷേ പോലീസിനെ ഇറക്കി വിട്ടു കൊടുത്താൽ അവർ പോലീസ് അട്രോസിറ്റി ആണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് രണ്ടിൻ്റെ ഇടയിൽ കൂടെയുള്ള ഒരു കൃത്യമായ മാർഗത്തിൽ കൂടെ കൊണ്ടുപോകാനും സർക്കാരിന് കഴിയണം. അതിന് അടിയന്തരമായി തന്നെ നടപടി സ്വീകരിക്കണം. ഈ പറഞ്ഞതുപോലെ പിണറായിയുടെ സ്തുതിപാഠകരായി നടന്നും സാധാരണ മനുഷ്യനെ ഒരുപാട് ദ്രോഹിച്ച ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരൊക്കെ അടിയന്തരമായി മാറ്റിയിട്ട് കുറച്ചുകൂടെ മനുഷ്യത്വമുള്ള ആരെങ്കിലും ആ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരണം.
അല്ല, പിണറായി സർക്കാർ പൊളിയാൻ കാരണം എന്താണ്? അതെ. ആഭ്യന്തരം പി ശശി കൈകാര്യം ചെയ്തതാണ്. അതുകൊണ്ടാണ് അത് പൊളിഞ്ഞ്. പിന്നെ ധനവകുപ്പ് നമുക്കറിയാം, പറഞ്ഞ പോലെ തന്നെ പൂച്ച പറ്റി കിടക്കുന്ന ധനവകുപ്പാണ്. അപ്പോൾ അത് രണ്ടും പൊളിഞ്ഞാണ് ഈ പിണറായി പൊളിയാനുള്ള ഏറ്റവും പ്രധാന കാരണം. അപ്പം നിലവിൽ വി ഡി സതീശൻ സർക്കാർ പൊളിയാതിരിക്കണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവരെയൊക്കെ മാറ്റി നിയമിക്കുക. അതുപോലെ സിവിൽ സർവീസിലും ഇത് തന്നെയാണ് നടക്കുന്നത്. അതെ. അതായത് ഡോക്ടർ വി അശോകും എൻ പ്രശാന്തും ഒക്കെ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ്. അപ്പോഴും കള്ള നാണയങ്ങളെ എല്ലാം ഇപ്പോഴും ഇവര് കൊണ്ട് കിഫ്ബിയിലെ പ്രധാന ആസൂത്രണം ഇറങ്ങി ഓടിയെങ്കിലും അടുത്ത ആളവിടെ തന്നെ ഉണ്ട്, കൺഫർഡ് IAS അവിടെ തന്നെ അവർ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഇതിനൊക്കെ എന്നാണ് ഒരു തുടക്കമെങ്കിലും കുറിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം മറ്റവർ കാണിച്ച വൃത്തികേടുകൾക്ക് എതിരെ ആണ് ജനങ്ങൾ പ്രതികരിച്ച് വരെ കൊണ്ടുവന്നിട്ട് അതിനെക്കുറിച്ച് ഒരു ചർച്ചയില്ല. അല്ലെങ്കിൽ മന്ത്രിമാരെ മുഖ്യമന്ത്രി നാടുകളെ സ്വീകരണം ഏറ്റുവാങ്ങിയുള്ള പരിപാടി ഇനി നിർത്തിയിട്ട് ആ സെക്രട്ടേറിയറ്റ് വന്നിരുന്ന് കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം മറ്റവർ നശിപ്പിച്ചിട്ടിരുന്ന പോയൊരു സ്ഥലമാണ്. നമ്മൾ ഈ സ്വീകരണം ഏറ്റുവാങ്ങി തിരിച്ചെങ്കിൽ എത്തുമ്പോഴത്തേക്കും ജനങ്ങളെ കാര്യത്തിലൊരു തീരുമാനമാവും. പെട്രോളിൻ്റെ ഈ ഇന്ധന വില കൂടി, സംസ്ഥാന സർക്കാരിൻ്റെ കുറച്ച് ഇളവുകൾ അതിൽ അനുവദിക്കാം. അതെ, ആ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടോ, അതിന് എന്തെങ്കിലും നടപടിയെടുക്കുന്നുണ്ടോ എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്നപ്പം ഇളവ് ചെയ്ത് കൊടുത്താണ് അന്ന് ഇന്ധന വില കൂട്ടിയപ്പോൾ. അപ്പോൾ അതൊക്കെ വളരെ ജനങ്ങൾ കൃത്യമായിട്ട് ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇനിയെങ്കിലും ഒന്ന് അവർ മനസ്സിലാക്കുക. ഈ ഇത്തരത്തിലുള്ള ഈ പോലീസ് വകുപ്പിൽ ഇരുന്നുകൊണ്ട് വൃത്തികേട് കാണിച്ചവരെ അടിയന്തരമായി തന്നെ മാറ്റുക. അതിനൊട്ടും കാലതാമസം വരുത്താതിരിക്കാൻ ഈ മന്ത്രിസഭ യോഗം ഇന്ന് തിങ്കളാഴ്ചയല്ലേ, ബുധനാഴ്ച മന്ത്രിസഭ യോഗത്തിലെങ്കിലും അക്കാര്യത്തിൽ അടിയന്തര തീരുമാനമാകുന്നതാണ് നല്ലത്.